ND അപ്പച്ചന്റെ സ്ഥാനം തെറിച്ചു. ജില്ലാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മഹത്യകളിലേക്ക് അടക്കം നയിച്ച ഗ്രൂപ്പ് പോരിൽ ആടിയുലഞ്ഞ വയനാട് DCC പ്രസിഡന്റ് പദവി ND അപ്പച്ചൻ രാജിവെച്ചു. വയനാടൻ കോൺഗ്രസിനെ ഐക്യത്തോടെ നയിക്കേണ്ട പ്രസിഡന്റ് തന്നെ ട്രഷറർ NM വിജയന്റെയും പ്രാദേശിക നേതാവ് ജോസ് നെല്ലിടത്തിന്റെയും ആത്മഹത്യയിലും ആരോപണ വിധേയനായി നിറഞ്ഞു നിന്നിരുന്നു. സംഘടനാ തർക്കങ്ങൾക്കിടയിൽ പുൽപ്പള്ളിയിൽ വെച്ച് അപ്പച്ചന് മർദ്ദനമേൽക്കുന്ന സംഭവം വരെ ഉണ്ടായി. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ പരിപാടികൾ അറിയില്ലെന്ന ഇംഗ്ലീഷ് മാധ്യമത്തോട് തുറന്നു പറഞ്ഞ പാർട്ടിക്ക് ദേശീയ തലത്തിലും നാണക്കേടുണ്ടാക്കി. ഒടുക്കം ദേശീയ നേതൃത്വത്തിന്റെ കൂടി സമ്മർദ്ദത്തിൽ അപ്പച്ചന് പദവി ഒഴിയേണ്ടി വന്നുവെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എന്നാൽ രാജ്യസന്നദ്ധത നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നാണ് ND അപ്പച്ചൻ പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അപ്പച്ചന്റെ രാജിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വിശദീകരിച്ചു. പ്രിയങ്ക ഗാന്ധിയെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിരോധം തീർത്തു. ഞാൻ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. നേതൃത്വത്തോടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം തീരുമാനിക്കട്ടെ, നാളെ ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞാൽ ഒഴിവാകും. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചനേട്ടൻ അദ്ദേഹത്തിന്റെ DC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് തന്നിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം നിലയിൽ രാജി സമർപ്പിച്ചു. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് പ്രിയങ്ക ഗാന്ധി അതിനകത്ത് വലിച്ചു കിടക്കണ്ട. പ്രിയങ്ക ഗാന്ധി ഒന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരെയാക്കണ്ടെന്നൊന്നും പാർട്ടിയോട് പറയാറില്ല, ഇടപെടാറില്ല. എന്നാൽ രാജിക്ക് തയ്യാറായില്ലെങ്കിൽ അപ്പച്ചനെ പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ ND അപ്പച്ചൻ സ്വയം രാജിവെച്ച് പുറത്തേക്ക് പോയെന്നാണ് വിലയിരുത്തൽ. ഗ്രൂപ്പ് പോരിൽ വലഞ്ഞ് ആത്മഹത്യ ചെയ്ത മുൻ DCC പ്രസിഡന്റ് NM വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക അടച്ചു തീർത്തതായി KPCC അറിയിച്ചതിന്റെ പിറ്റേന്നാണ് അപ്പച്ചന്റെ രാജിയെന്നതും ശ്രദ്ധേയമാണ്. വയനാടൻ കോൺഗ്രസിൽ ശുദ്ധികലശം തുടങ്ങിയോ?